പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 10 വയസ്സിന് മുകളിലോട്ട് 50 വയസ്സിന് താഴോട്ട് ഈ പ്രായമുള്ള കുട്ടികളെയും സ്ത്രീകളെയും സംബന്ധിച്ച് അവർക്ക് ശബരിമലയിലെത്തി അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കതിന് കഴിയില്ല. കാരണം അത് അനുവദനീയമല്ല ആ ഒരു പ്രായത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച്. എന്നാൽ ഈ പ്രായത്തിനിടയ്ക്കുള്ള കുട്ടികളാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളാവട്ടെ, അവർക്ക് ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാൻ പറ്റും. എപ്പോഴാണ്? അതിനുള്ളൊരു അവസരമാണ് ഈ 2-3 ദിവസം ഉണ്ടാകുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കടന്നു പോകുന്ന വഴിയിൽ നിങ്ങളെത്തിയാൽ, അതായത് ഈ പ്രായത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത്, നിങ്ങളെത്തിയാൽ ശബരിമല അയ്യപ്പസ്വാമിയെ നിങ്ങൾക്ക് കണ്ടു തൊഴാം. തങ്ക അങ്കി എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണ വസ്ത്രമാണ്. അതായത് അയ്യപ്പസ്വാമിയുടെ ചൈതന്യമാണ് ഈ തങ്ക അങ്കിയിലുള്ളത്, അതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ തങ്കയങ്കി കണ്ടു തൊഴുക എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുക എന്ന് തന്നെയാണ് അതിനർത്ഥം. 1973 ചിത്ര തിരുനാൾ മഹാരാജാവ് ശബരിമല അയ്യപ്പസ്വാമിക്കായിട്ട് സമർപ്പിച്ചതാണ് ഈ തങ്കയങ്കി. ഏതാണ്ട് 450 പവൻ തൂക്കമുണ്ട് ഈ തങ്കയങ്കിക്ക്. ഘോഷയാത്ര കടന്നു വിടുന്ന വഴി നിറപറയും നിലവിളക്കുമായിട്ടാണ് ഭക്തജനങ്ങൾ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. ശബരിമല ക്ഷേത്ര മാതൃകയിൽ ഒരുക്കിയ രഥത്തിലാണ് ഈ തങ്ക അങ്കി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. 26-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഈ ഒരു ഘോഷയാത്ര ശബരിമലയിലെത്തും. തുടർന്ന് തങ്കയങ്കി ശ്രീകോവിലേക്ക് എത്തിച്ച് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. അടുത്ത ദിവസം 27-നാണ് മണ്ഡലപൂജ. ഈ മണ്ഡലപൂജയ്ക്കായിട്ടാണ് ആറന്മുള ക്ഷേത്രത്തിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു തങ്കയങ്കി ശബരിമലയിലേക്ക് എത്തിക്കുന്നത്.